നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നലെ ഞാൻ റിവ്യൂ ഇട്ടില്ല. റിവ്യൂ ഇടാത്ത കാര്യം മറ്റൊന്നുമല്ല, ഒരു തേങ്ങ ഇല്ലായിരുന്നു. ഇന്ന് ഒരു കണ്ടന്റും ഞാൻ കണ്ടില്ല. ഒരു കണ്ടന്റ് ഇവിടെ ഇല്ല. ഇന്ന് ഇതുവരെയും എടുത്തു പറയാനായിട്ട് ഒരു കണ്ടന്റും അവിടെ ഉണ്ടായില്ല. അതായത് അനുമോള് സൈലന്റ് ആയി, ഇവിടെ കണ്ടന്റ് ഇല്ലാതായി. അനുമോള് വാ അടച്ചു, കണ്ടന്റ് ബിഗ് സീറോ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അനുമോൾ വാ തുറന്നാലേ കണ്ടന്റ് ഉള്ളൂ. ഇവിടെ അക്ബർ ആൻഡ് ടീം അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, റന എന്ന് പറയുന്നുണ്ട്, അനുമോൾക്ക് ഒരു കണ്ടന്റും ഇല്ല അല്ലേ, 2 ദിവസമായി ഒരു കണ്ടന്റും ഇല്ല. ശരിയാണ്, അവളെന്ത് ചെയ്യണം അവിടെ നിൽക്കുന്നു. അതായത് അവരുടെ ഉള്ളിലുള്ള അതായത് അനുമോൾക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ്, ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുപോകുന്ന അനുമോളാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എങ്ങനെയും അനുമോളെ അവോയ്ഡ് ആക്കുക, അനുമോളെ സൈഡ് ആക്കുക. അത് ഒരു പരിധി വരെ അതിൽ അവർ വിജയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിജയിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിബിക്ക് തന്നെ ഒരു കണ്ടന്റും ഇല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു കണ്ടന്റും ഇല്ലാത്ത ദിവസങ്ങൾ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി അനുമോൾക്ക് ഈ വഴക്ക് എന്നുള്ളതല്ലാതെ പല കണ്ടന്റുകളും അനുമോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അനുമോൾ കുറച്ച് ഈ പറയുന്ന മിമിക്സ് ഒക്കെ ചെയ്തുകൊണ്ട് കുറെ സംഭവങ്ങൾ ചെയ്തു. അതായത് അക്ബറിനെ ചെയ്തു, അങ്ങനെ കുറെ വരെയൊക്കെ ചെയ്തു. വളരെ നല്ലതായിരുന്നു. അതൊക്കെ അതൊക്കെ നമുക്ക് എടുത്തു പറയുന്ന ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ പാതിരാത്രി 2 മണിക്ക് നിന്ന് ഈ പറയുന്ന അനുമോള് പിന്നീട് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കരയുന്നത് കണ്ടു. പിന്നീട് എന്റെ ഒരു ഓണത്തിന്റെ ഒരു വിഷു പറയുന്ന സമയത്ത് എന്റെ അച്ഛന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന് ഭയങ്കര വിഷമമാണ്, അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ എന്ത് ചെയ്തു. പിന്നീട് അതായത് ഈ മസ്താനി വന്നിട്ട് പറഞ്ഞു, നിനക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് എന്ന് മസ്താനി പറഞ്ഞു എന്ന് അനുമോള് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന അനുമോളെ കണ്ടു. അതിനോടൊപ്പം ഈ പറയുന്ന അഭിഷേകും അഭിലാഷും ഉണിയൊക്കെ പറയുന്നുണ്ട്, ഇല്ല നീ ടോപ്പ് 5 അർഹയായ ഒരാളാണ്, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, നീ അങ്ങനെയൊന്നും ഡൗൺ ആയി പോകരുത്, ഈ പറയുന്ന ഫാൻ ഗ്രൂപ്പിൽ നിനക്ക് ആഹാരം ഉണ്ടാക്കാം എന്നുള്ള ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോൾ നിന്റെ പേരാണ് വന്നത്, അപ്പൊ നിനക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്, നീ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു സൈഡിൽ. ഇന്നൊരു കണ്ടന്റ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നിലത്തെ വിജയിയായ അഖിൽ മാരാർ അവരുടെ ഫിലിം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ന് അകത്തോട്ട് കയറുന്നുണ്ട്. അഖിൽ മാരാർ, അഭിഷേക്, ഈ പറയുന്ന സെറീന, ഈ 3 പേര് വീടിനകത്തോട്ട് കയറുന്നു. അപ്പൊ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്, ഒക്കെയാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ള കണ്ടന്റുകളൊന്നുമില്ല. ഇന്നലെ ഒരു പിന്നീട് എന്താണ് നോമിനേഷൻ 10-13 പേര് നോമിനേഷൻ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അതിനകത്ത് പിന്നെ രക്ഷപ്പെട്ടത് നമ്മുടെ ഷാനവാസ്, ഈ പറയുന്ന ജിസൈല്, ഒനീൽ, ഈ 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒനീലിന്റെ രക്ഷപ്പെടലാണ് നമുക്ക് വണ്ടടിച്ച് തോന്നുന്നത്. പക്ഷെ ഒനീലിന് വോട്ട് കുറവായിരുന്നു എന്നുള്ളതാണ്. വോട്ടിംഗ് പാറ്റേൺ ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ എല്ലായ്പ്പോഴത്തും പോലെ തന്നെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന നമ്മുടെ അനുമോൾ തന്നെയാണ്. അനുമോളുടെ പരിസരത്ത് പോലും സെക്കൻഡായി നിൽക്കുന്ന അനീഷ് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കും. ഇത് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇത് മാറി വരും. ഈ വോട്ടിംഗ് പാറ്റേണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധേയമായി തോന്നിയത് അക്ബർ എന്ന് പറയുന്ന വ്യക്തി പിന്നെ പൊങ്ങി വരുന്നു എന്നുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ജിസൈലിന്റെ കേസിലേക്ക് പറഞ്ഞാൽ, ജിസൈല് കഴിഞ്ഞ അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ജിസൈല് പറഞ്ഞ ജിസൈലിന്റെ വയസ്സുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നമുക്കുണ്ട്. ജിസൈൽ എന്ന് പറയുമ്പോൾ പാവമാണ്, അയ്യോ ജെന്യൂൻ, വളരെ ജെന്യൂൻ, എല്ലാവരുടെ അടുത്തും കരുണയായിട്ട് സംസാരിക്കുന്നു, കള്ളമെന്ന് പറയുന്ന ഒരു കേസേ പറയത്തില്ല എന്നൊക്കെ പറയുന്ന ജിസൈല് പറഞ്ഞ ജിസൈല് അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞത് 3/3/1996 എന്നാണ്. 96 ആകുമ്പോൾ ഏതാണ്ട് 29 വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തിയാണ് താൻ എന്നാണ് ജിസൈൽ അവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കള്ളത്തിന്റെ ഒരു തുടക്കമാണ്. ജിസൈലിന്റെ വയസ്സ് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് ജിസൈലോട് പറയുന്നുണ്ട്. ആ സമയം എത്തുമ്പോൾ ജിസൈൽ പറയുന്നുണ്ട്, ഞാൻ മലയാളത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ അപ്പോൾ മലയാളത്തിൽ പറയാം എന്ന് പറയാൻ കാരണം വെച്ചാൽ മലയാളമല്ല, ചിലപ്പോൾ തെറ്റ് പറ്റാം. ഇംഗ്ലീഷിലാണെങ്കിൽ കൃത്യമായിട്ട് നീ 1996 എന്നല്ലേ പറഞ്ഞത് എന്ന് നമുക്ക് ഉന്നയിക്കാം. ഇവിടെ മലയാളത്തിൽ ആ സമയം നിങ്ങൾ ഞാൻ കുറെ ക്ലിപ്പിംഗ് നോക്കി, അത് കിട്ടിയില്ല എനിക്ക്, അത് ഞാൻ ഇവിടെ വെച്ചതിന്. ആ സമയം എത്തുമ്പോൾ ജിസൈൽ പറയുന്നത് ഞാൻ മലയാളത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ 1996 എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഒരാൾ വിളിച്ചു പറയുന്നത് 1996 എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആരെ വിളിച്ച് 1996 വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ജിസൈൽ അത് മൈൻഡ് ചെയ്തില്ല.
ഇന്ന് അക്ബർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അക്ബർ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. അക്ബർ പറയുന്നുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ 29 വയസ്സായിട്ട് നമുക്ക് തോന്നുന്നില്ല, എന്തിനാ ജിസയിലെ ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിരിക്കുന്നു, അതിനൊന്നും കാര്യമേ ഇല്ല, വയസ്സൊന്നും. ഇവിടെ ബിഗ് ബോസിൽ ഇതൊക്കെ കാര്യം തന്നെയാണ്. ഈ ബിഗ് ബോസിൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികൾ ചോദ്യം ചെയ്യും, മറ്റുള്ള മത്സരാർത്ഥികൾ എന്താണ് അത് ചൂണ്ടിക്കാണിക്കും. അതൊക്കെയാണ് ബിഗ് ബോസ്. മനസ്സിലായി? വയസ്സെന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറയേണ്ട ആവശ്യമില്ല, സത്യമായിട്ട് പറയാം. 36 വയസ്സ്. സത്യം ഞാൻ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞത് 90 എന്നാണ് കാണുന്നത്. 90 നമ്മുടെ ഏതാണ് 35-36 വയസ്സ്. അതായത് 2011 ബിഗ് ബോസ് 11 ഹിന്ദി ബിഗ് ബോസ് 11 പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അതുപോലെ തന്നെ അക്ബർ പറയുന്നത് നിങ്ങളുടെ വയസ്സ് അന്ന് പറഞ്ഞത് പലതും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പൊ തന്നെ 10-32 വയസ്സിൽ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് പറയുമ്പോൾ പിന്നീട് ജിസേൽ പറയുന്നു, അതിന്റെ ഒന്നും ആവശ്യം, എനിക്ക് ഓർമ്മയില്ലെന്ന് ആദ്യം പറഞ്ഞു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര എന്ന് അക്ബർ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്താ നിനക്ക് ഓർമ്മയില്ലാത്തത്? കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോകും, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോകും. അപ്പൊ ജിസേൽ ഭയങ്കര ജെന്യൂനാണ്. ജിസേൽ സത്യം മാത്രമേ പറയത്തുള്ളൂ. ജിസേൽ ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നാണ് അവിടെ പൊതുവെയുള്ള പുറത്തിറങ്ങിയവര് ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ ജിസേൽ പറയുന്ന പക്ക കള്ളമാണ്. ജിസേലിന് 37 വയസ്സുണ്ട്, മനസ്സിലായോ? പക്ഷെ അവിടെ യങ്ങായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ദേഹം മൊത്തം പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, ചുമ്മാ എല്ലാവരും പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്, ദേഹം മൊത്തം പ്ലാസ്റ്റിക് സർജറി. ചുണയായിട്ടെന്ന് പറയണമെന്നേ, എന്റെ വയസ്സ് ഇതാണ് എന്ന് ചുണയായിട്ട് പറയാനുള്ള ആ ഒരു ധൈര്യമില്ല. അവിടെയും കള്ളമാണ്. അപ്പൊ ജിസേൽ പലയിടത്തും പല ആവർത്തിയും നല്ല പച്ചക്കള്ളം, കല്ല് വെച്ച നുണ ഈ പറയുന്ന ജിസേൽ അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജിസേൽ നുണ പറഞ്ഞപ്പോൾ അക്ബറിന് അവിടെ തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യാനാണ് അക്ബറിന് ആഗ്രഹം. പക്ഷെ മറിച്ച് ഇപ്പോ അനിമോൾ ആയിരുന്നുവെങ്കിൽ അക്ബർ ഇവിടെ കുറഞ്ഞു കണ്ടോ ഒരുത്തിയെ കള്ള എന്തിനടി പറയണത്, പോടി കള്ളി കള്ളി കള്ളി, ഇത് കള്ളമല്ലേ, കള്ളം പറഞ്ഞവളെ കള്ളി എന്ന് തന്നെ വിളിക്കണം. എന്തുകൊണ്ട് ജിസേലിനെ കള്ളി എന്ന് വിളിക്കുന്നില്ല? വിളിക്കാനുള്ള അത് ധൈര്യം വേണം. അതിന് വേറെ ലെവൽ ധൈര്യം വേണം. അല്ലാതെ അവരുടെ പാവാടയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് പറയാനുള്ള ധൈര്യം കാണില്ല അക്ബറെ. മനസ്സിലായി? ആ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല ഇത്. നിങ്ങൾ ഉന്നയിക്കണം, നീ എന്തിന് കള്ളം പറഞ്ഞു, അപ്പൊ നീ ഇവിടെ പറയുന്നത് മൊത്തം കള്ളമല്ലേ, നീ കള്ളമല്ലേ ഇവിടെ, നീ ഒരു കള്ളിയല്ലേ എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് അക്ബറിനുണ്ടായില്ല? ഉണ്ടാവില്ലടാ, ഇതുണ്ടാവില്ല. അത് നിങ്ങളുടെ വിരോധിക്കുന്ന, നിങ്ങളുടെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന, നിങ്ങളുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് കാണിക്കുന്നവരുടെ മാത്രം നിനക്ക് ഈ പറയുന്ന ഈ വോയിസ് ഉള്ളൂ. അതാണ് അക്ബറിനെ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. അക്ബർ എപ്പോഴും ഈ പറയുന്ന ജിസൈലിന്റെ പാവാട തന്നെയാണ്. അത് ഒരു മാറ്റമില്ല. എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവരടുത്ത് രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു മെയിൻ ആയിട്ട് ആ ഒരു വിഷയം കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പിന്നീട് അക്ബർ ശ്രമിക്കാറില്ല. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ജിസൈലിന്റെ പാവാട വള്ളി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അക്ബർ സൂപ്പർ കണ്ടസ്റ്റന്റ് ആണ്. സൂപ്പറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും വളച്ചൊടിക്കാനും കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. വാക്കുകൾ കൊണ്ട് പിന്നെ വാചാലമായ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് പിന്നെ അക്ബർ. അതൊക്കെ മറന്നുകൊണ്ട് തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ്, നുണകളുടെ കൂടെ നിൽക്കുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് നുണയാണ്, അവൾ പറയുന്നത് കള്ളമാണ്, അവൾ ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട്ടിലേക്ക് അക്ബർ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് ഇവിടെ നമ്മൾ നെഗറ്റീവ് പറയുന്നത്. അക്ബറിന്റെ വാചാരുദ്യം, അക്ബറിന് സംസാരിക്കാനുള്ള കഴിവ്, അക്ബറിന് പാട്ട് പാടാനുള്ള കഴിവ്, നിമിഷമായിട്ട് ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഒരു ഡിബേറ്റ് വരുമ്പോൾ അടിച്ചു നിൽക്കാനുള്ള കഴിവ്, അത് നല്ലതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ടോപ്പ് 1 നിൽക്കാനുള്ള ഒരു മത്സരാർത്ഥിയാണ് അക്ബർ. മനസ്സിലായോ? ടോപ്പ് 1 നിൽക്കാനുള്ള മത്സരാർത്ഥിയാണ് അക്ബർ. പക്ഷേ അക്ബർ എന്ത് ചെയ്യുന്നു? അക്ബർ അവന്റെ കഴിവുകൾ മൊത്തം തിന്മയ്ക്ക് വേണ്ടിയിട്ട്, തെറ്റിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നു, അല്ലെ അവരെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് അക്ബറിന് ഇവിടെ ഉള്ളത്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അക്ബറുടെ ടപ്പടപ്പയിനെ കയറി വരും. പക്ഷേ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജിസൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പാവാടയായി അവരുടെ തെറ്റുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കിട്ടണമെങ്കിൽ അതിനെ എന്ത് ചെയ്തു? ബൂസ്റ്റ് ചെയ്ത് അതിന്റെ ബാക്കിൽ നടന്ന് തന്റെ എനർജി, തന്റെ കഴിവ് വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അക്ബറിന്റെ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ഇവിടെ ജിസൈൽ എന്ന് പറഞ്ഞ മഹാകള്ളിയാണ്. അവർ നാട്ടെടുത്ത് കള്ളവ് പറയത്തുള്ളൂ. എന്ത് കേസിൽ ഒന്നൊന്നുമല്ല. ഈ പറയുന്ന നമ്മുടെ അനിമോളെ പിന്നീട് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു തുടങ്ങിയ ജിസൈൽ അവരുടെ മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ചു വെച്ച് പിന്നെ ഉപയോഗിച്ചിട്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ജിസൈൽ അങ്ങനെ പല ആവർത്തി ജിസൈൽ കള്ളങ്ങളാണ്, നട്ടാ കുരുക്കാത്ത കള്ളങ്ങളാണ് ജിസൈൽ പറയുന്നത്. ഇതൊക്കെ അക്ബറിന് അറിയാം.
അവളെ കാണിക്കുന്ന തെണ്ടിത്തനങ്ങളെല്ലാം അക്ബറിനറിയാം. എന്നിട്ട് പോലും അത് മൂടി വെക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് അക്ബറിന്റെ പരാജയം. അത് മൂടി വെക്കാതെ ജിസേലിനെതിരെയായിട്ട് അക്ബർ രണ്ടും കൽപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അക്ബറിന്റെ വോട്ട് കിടിടാ കയറും. അത് അക്ബർ മനസ്സിലാക്കുന്നില്ല. കാരണം പാവാട വള്ളി ആയിപ്പോയില്ലേ, അടിമയായിപ്പോയില്ലേ, ദാസനായിപ്പോയില്ലേ. സേവ ചെയ്തേ പറ്റുള്ളൂ, കുറ്റങ്ങൾ മറച്ചു വെച്ചേ പറ്റുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.